നമസ്കാരം, ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജുമാ ഖുതുബയിൽ രാഷ്ട്രീയം പരാമർശിച്ച ഇമാമിനെ കുവൈത്ത് നാടുകടത്തുന്നു. നടപടി ഈജിപ്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഖുതുബയിൽ പരാമർശിച്ചതിന് ഇമാമിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഖത്തറിൽ വില്ലകൾ വിഭജിച്ച് താമസത്തിന് നൽകുന്നവർക്കെതിരെ കർശന നടപടി. സ്വദേശികളുടെ പരാതിയെ തുടർന്ന് മദീന ഖലീഫയിലെ വില്ലകളിൽ റെയ്ഡ്. ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം ലഭിക്കാൻ ഖത്തർ അഴിമതി നടത്തിയെന്ന ആരോപണം. ഖത്തറിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൈക്കൂലി നൽകി. ആരോപണം ഉന്നയിച്ചത് ബ്രിട്ടീഷ് ടാബ്ലോയിഡ്. IPL 7ാം സീസൺ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. പഞ്ചാബിനെ തോൽപ്പിച്ചത് 3 വിക്കറ്റിന്. 50 ബോളിൽ 94 റൺസ് എടുത്ത മനീഷ് പാണ്ഡെ വിജയശില്പി. IPL 2014. They can't catch Chola. He's off. He's gone. Shahrukh celebrating. Hold up, Piyush. Your mates want to hug you. Oh, there you are. Down. Brilliant. Absolutely brilliant. Feel for the Kings 11 Punjab. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 3 അംഗ കുടുംബം ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്തു. മരിച്ചത് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി തമ്പാനും കുടുംബവും. ജീവനൊടുക്കിയത് മകന് ചികിത്സ നൽകാൻ കഴിയാത്തതിലുള്ള മാനസിക വിഷമം മൂലം. കൂട്ടാത്മഹത്യയെക്കുറിച്ച് അറിയില്ലെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. വാർത്തകൾ വിശദമായി. ജുമാ ഖുതുബയിൽ രാഷ്ട്രീയം പരാമർശിച്ച ഇമാമിനെ കുവൈത്ത് നാടുകടത്തുന്നു. ഈജിപ്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായങ്ങൾ ഖുതുബയിൽ ഉൾപ്പെടുത്തിയതിനാണ് നടപടി. ഈജിപ്ത് സ്വദേശിയായ ഇമാമിനെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും നാടുകടത്താനും കുവൈത്ത് മതകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ഔക്കാഫ് ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന് കീഴിലെ പള്ളിക്കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി വലീദ് ഈസയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫർവാനിയ മസ്ജിദ് അൽ ഖുറൈനിജിൽ ജുമാ ഖുതുബ നടത്തിയ ഇമാമിനെതിരെയാണ് നടപടി. ഈജിപ്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇമാം തന്റെ നിലപാടുകൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് പള്ളിയിൽ സംഘർഷത്തിന് കാരണമായിരുന്നു. ഈജിപ്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായും വോട്ടെടുപ്പ് സുതാര്യമായിരുന്നില്ലെന്നും ഇമാം പ്രസംഗിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമായത്. പള്ളിയിൽ രാഷ്ട്രീയം പറയേണ്ടതില്ലെന്നും മതകാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയെന്നും ആവശ്യപ്പെട്ട് ഒരാൾ പ്രതികരിച്ചതോടെ ശ്രോതാക്കൾ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് വാക്കേറ്റമായി. സ്ഥിതി നിയന്ത്രണാതീതമായതോടെ പോലീസ് എത്തി ഇമാം ഉൾപ്പെടെ ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനിടെ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഏതാനും പള്ളി ഇമാമുമാർ ഔക്കാഫ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ സബാഹിനോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വിഷയങ്ങൾ പള്ളി പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് ഔക്കാഫ് മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തറിൽ വില്ലകൾ വിഭജിച്ച് താമസത്തിന് നൽകുന്നവർക്കെതിരെ നടപടി കർശനമാക്കുന്നു. മദീന ഖലീഫയിൽ ഉന്നതതല സംഘം പരിശോധന നടത്തി. മുനിസിപ്പാലിറ്റി ആൻഡ് അർബൻ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ തൊഴിൽ സാമൂഹ്യക്ഷേമ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഖത്തറിൽ തൊഴിലാളികളുടെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് വില്ലകളിൽ പരിശോധന നടത്തുന്നത്. മദീന ഖലീഫ മേഖലയിൽ നടന്ന പരിശോധനയിൽ 6 തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. 9 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള വില്ലയിൽ 45 പേരെ താമസിപ്പിച്ചിരുന്നു. പ്രദേശത്തെ ഒരു റെസ്റ്റോറന്റ് ഉടമ തന്റെ തൊഴിലാളികളെ താമസിപ്പിക്കാനായാണ് വില്ല വാടകയ്ക്കെടുത്തത്. പിന്നീട് പുറമേ നിന്നുള്ള തൊഴിലാളികളെ താമസിപ്പിക്കാനായി വില്ല വിഭജിക്കുകയായിരുന്നു എന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് വില്ലയിൽ ഇപ്പോൾ റെയ്ഡ് നടന്നത്. രാജ്യത്ത് കെട്ടിട വാടക കൂടിയ സാഹചര്യത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ വില്ലകൾ വിഭജിച്ച് താമസിക്കാൻ തുടങ്ങിയത്. എന്നാൽ നിയമവിരുദ്ധമായ വില്ല വിഭജനത്തിനെതിരായ നടപടികളാണ് രാജ്യത്ത് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. സൗദി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രശ്നപരിഹാര ഓഫീസ് നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ലഭിച്ചാൽ പരമാവധി 10 ദിവസത്തിനകം പൂർണ്ണമായ പരിഹാരം നിർദ്ദേശിക്കും. 1 വർഷം മുമ്പ് നിലവിൽ വന്ന പ്രശ്നപരിഹാര ഓഫീസ് ഇതുവരെ 1 ലക്ഷത്തിലധികം പരാതികൾ കൈകാര്യം ചെയ്തതായി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് അൽ സായിങ് പറഞ്ഞു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള 72 ശാഖകളിലും സ്വീകരിക്കുന്ന പരാതികൾ 5 ഘട്ടങ്ങളിലായാണ് പ്രശ്നപരിഹാരം നടത്തുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതുവരെയുള്ള നടപടികൾ ഓരോ ഘട്ടത്തിലും പരാതിക്കാരെ അറിയിക്കുമെന്നും സിയാദ് അൽ സായിങ് പറഞ്ഞു. കടുത്ത ചൂടിലാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. നിർജ്ജലീകരണം തടയാൻ പരമാവധി ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മധ്യാഹ്ന ഇടവേള നിയമം മിക്ക ഗൾഫ് രാജ്യങ്ങളും നടപ്പാക്കി. UAEയുടെ ചില ഭാഗങ്ങളിൽ താപനില 50 ഡിഗ്രിയോട് അടുത്തുവെന്നാണ് റിപ്പോർട്ട്. അലൈനിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. മറ്റ് മേഖലകളിലും അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്.
വേനൽക്കാലത്ത് ടാങ്ക് നിറയെ പെട്രോൾ അടിച്ചാൽ വാഹനം പൊട്ടിത്തെറിക്കുമെന്ന വ്യാപക പ്രചാരണം റോയൽ ഒമാൻ പോലീസ് നിഷേധിച്ചു. മുന്നറിയിപ്പ് രൂപത്തിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് അറിയിച്ചു. വേനൽക്കാലത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ കനത്ത ചൂടിൽ വാഹനം പൊട്ടിത്തെറിക്കുമെന്ന പ്രചാരണം ഒമാനിൽ ശക്തമായിരുന്നു. ഒരു എണ്ണ കമ്പനിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് രൂപത്തിലാണ് കിംവദന്തി പരന്നിരുന്നത്. പലരും ഇത് സത്യമാണെന്ന് കരുതി പെട്രോൾ അടിക്കുന്നതിൻ്റെ അളവ് വരെ കുറച്ചു. 2-3 ദിവസമായി ഇത്തരം മെസ്സേജുകൾ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാൻ ഓയിലിൻ്റെ മെസ്സേജ് ആയതുകൊണ്ട് ഞങ്ങളിത് സീരിയസ് ആയി എടുത്ത് ഫ്രണ്ട്സിന് വാട്സപ്പിലൊക്കെ ഫോർവേഡ് ചെയ്തു. ഒരിക്കലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിലൊരു ജാഗ്രത പാലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മാത്രം 5 വാഹനങ്ങൾ ഒമാനിൽ പൊട്ടിത്തെറിച്ചുവെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങൾ റോയൽ ഒമാൻ പോലീസ് നിഷേധിച്ചു. ടാങ്ക് നിറയെ പെട്രോൾ അടിച്ചതുകൊണ്ട് വാഹനം പൊട്ടിത്തെറിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. ഒമാനിലെ എണ്ണ കമ്പനികൾ ഒന്നും തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. വ്യാജ പ്രചരണത്തിന്റെ തുടക്കം എവിടെയാണെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. 5 വർഷത്തിന് ശേഷം താലിബാൻ തടവിലായിരുന്ന US സൈനികനെ മോചിപ്പിച്ചു. പ്രസിഡന്റ് ബരാക് ഒബാമയാണ് ഇക്കാര്യം അറിയിച്ചത്. US സൈനികൻ ബോ ബെർലിങ്ങിനെയാണ് താലിബാൻ മോചിപ്പിച്ചത്. 2009 അഫ്ഗാൻ യുദ്ധ സമയത്താണ് താലിബാൻ സേന ബോവിനെ തടവിലാക്കുന്നത്. ഗോണ്ടനാമോ തടവുകാരെ മോചിപ്പിക്കാം എന്നതടക്കമുള്ള വ്യവസ്ഥയിലാണ് US സൈനികനെ താലിബാൻ വിട്ടയച്ചത്. ഗോണ്ടനാമോ തടവുകാരെ നേരത്തെ മോചിപ്പിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ തടവിലായിരുന്ന ഏക US സൈനികനായിരുന്നു ബോ ബെർഗാൾ. കഴിഞ്ഞ 5 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ തടവിലായിരുന്ന അമേരിക്കൻ സൈനികന്റെ മോചനം സാധ്യമാക്കിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയും ഖത്തറിനെ അഭിനന്ദിച്ചു. ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമമാണ് തങ്ങളുടെ സൈനികന്റെ മോചനത്തിന് കാരണമായതെന്ന് ഒബാമ പറഞ്ഞു. അതിൽ അമേരിക്കയ്ക്ക് നന്ദിയുണ്ടെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഒബാമ വ്യക്തമാക്കി. സംഭവം ഖത്തറിന്റെ നയതന്ത്ര വിജയമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഖത്തറിൽ ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ സഹകരിച്ച സാമൂഹ്യ സംഘടനകളെയും സന്നദ്ധ പ്രവർത്തകരെയും ആഭ്യന്തര മന്ത്രാലയം അഭിനന്ദിച്ചു. ദോഹയിലെ സിവിൽ ഡിഫൻസ് ആസ്ഥാനത്ത് നടന്ന പ്രത്യേക പരിപാടിയിലാണ് വിവിധ സംഘടനകൾക്കും മാധ്യമപ്രവർത്തകർക്കും ആഭ്യന്തര മന്ത്രാലയം അംഗീകാരപത്രം നൽകിയത്. ദേശീയ ദിനാചരണത്തിൽ പങ്കെടുത്ത പ്രവാസി സംഘടനകളെയാണ് മുഖ്യമായും ആദരിക്കപ്പെട്ടത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്ത് അമീർ ഷെയ്ഖ് സ്വാബ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സ്വാഖ് ഇറാനിലേക്ക് തിരിച്ചു. ഭരണസാരഥ്യം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് അമീർ ഇറാൻ സന്ദർശിക്കുന്നത്. മന്ത്രിമാർ അടങ്ങുന്ന പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ സിറിയൻ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയാകും. ജനീവയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ കുവൈത്തിനെ പ്രതിനിധീകരിച്ച് തൊഴിൽ സാമൂഹ്യ മന്ത്രി ഹിന്ദ് അൽ സബീഹ് പങ്കെടുക്കും. അൽ സബീഹിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഉടൻ ജനീവയിലെത്തുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ കുവൈത്തിന്റെ സ്ഥിരം പ്രതിനിധി ജമാൻ അൽഗുനൈം അറിയിച്ചു. ഉച്ചകോടിക്കിടെ വിവിധ GCC രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായി ഹിന്ദ് അൽ സബീഹ് കൂടിക്കാഴ്ച നടത്തും. ജൂൺ 12 വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 185 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. UAE-യിലെ 2ാമത്തെ വലിയ പള്ളി ഫുജേറയിൽ പണി പൂർത്തിയാവുന്നു. UAE രാഷ്ട്രപിതാവിന്റെ പേരിൽ തന്നെയുള്ള ഈ പള്ളി ഓട്ടോമൻ ശില്പചാരുതയിലാണ് നിർമ്മിക്കുന്നത്. UAE-യിലെ ഏറ്റവും വലിയ പള്ളി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് പള്ളിയാണെങ്കിൽ അതേ പേരിലുള്ള 2ാമത്തെ വലിയ പള്ളിയുടെ പണി ഫുജേറയിൽ പുരോഗമിക്കുകയാണ്. ഓട്ടോമൻ ശില്പചാരുതയിൽ നിർമ്മിക്കുന്ന പള്ളിയിലെ വാസ്തുകലയുടെ വിസ്മയം വിളിച്ചറിയിക്കുന്ന വാതായനങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന വായനമുറിയും 100 മീറ്റർ ഉയരത്തിലുള്ള 6 മിനാരങ്ങളും 65 താഴികക്കുടങ്ങളും ശ്രദ്ധേയമാണ്. ഒരേ സമയം 30,000-ഓളം പേർക്ക് നമസ്കരിക്കാൻ ഈ പള്ളിയിൽ സൗകര്യമുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് UAE-യിലെ 2ാമത്തെ വലിയ പള്ളി നിർമ്മിക്കുന്നത്. ഫുജേറ മുഹമ്മദ് ബിൻ മത്താർ റോഡിനും അൽ ഇത്തിഹാദ് റോഡിനും മധ്യേ ഫയർ സ്റ്റേഷന് സമീപമാണ് പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത്. വിശാലമായ പള്ളിയുടെ അവസാന പണികൾ പുരോഗമിക്കുമ്പോൾ അടുത്ത വർഷം ആദ്യത്തോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നുകൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുജൈറയിലെ ഈ ഷെയ്ഖ് സായിദ് പള്ളി പ്രാർത്ഥനയ്ക്ക് സജ്ജമാവുന്നതോടെ പ്രദേശത്തെ എല്ലാ പള്ളികളിലും സാറ്റലൈറ്റ് വഴിയായിരിക്കും ബാങ്കുവിളി ഉയരുക. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന നിരവധി സ്മാരകങ്ങളുള്ള ഫുജൈറയിൽ ഷെയ്ഖ് സായിദ് പള്ളി മറ്റൊരു പ്രതീകം കൂടിയാവുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ഫുജൈറ. IPL 7ാം സീസൺ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ പഞ്ചാബിനെ 3 വിക്കറ്റിനാണ് കൊൽക്കത്ത തോൽപ്പിച്ചത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും തുഫൈൽ ചേരുന്നു. തുഫൈൽ, ആവേശകരമായ മത്സരത്തിൽ എങ്ങനെയായിരുന്നു കൊൽക്കത്തയുടെ വിജയം?
നവീൻ, അത്യന്തം ആവേശകരമായ ഒരു ഫൈനൽ മത്സരമായിരുന്നു ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കണ്ടത്. 200 റൺസ് വിജയലക്ഷ്യവുമായി, അതായത് അപ്രാപ്യമെന്ന് തോന്നുന്ന ഒരു വിജയലക്ഷ്യവുമായിട്ടായിരുന്നു കൊൽക്കത്ത ബാറ്റിംഗിന് ഇറങ്ങിയത്. തുടക്കത്തിൽ തന്നെ ഈ ടൂർണമെന്റിൽ തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച റോബിൻ ഉത്തപ്പ 5 റൺസ് എടുത്ത് പുറത്തായത് കൊൽക്കത്തയ്ക്ക് കനത്ത ആഘാതമായി. എന്നാൽ ക്യാപ്റ്റൻ ഗൗതം ഗംഭീറും മനീഷ് പാണ്ഡെയും മികച്ച ഒരു ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. 50 പന്തിൽ 7 ബൗണ്ടറിയും 4 സിക്സും ഉൾപ്പെടെ 94 റൺസ് എടുത്ത മനീഷ് പാണ്ഡെയുടെ മികച്ച ഇന്നിംഗ്സാണ് കൊൽക്കത്ത വിജയത്തിന് ആധാരം എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ യൂസുഫ് പത്താൻ 36 റൺസ് എടുത്ത യൂസുഫ് പത്താൻ്റെ ഇന്നിംഗ്സും മികച്ചു നിന്നു. 2012 കൊൽക്കത്ത ആദ്യമായി IPL മുത്തമിടുന്നത്. ഇപ്പോഴത്തെ അത്യന്തം ആവേശകരമായ ഫൈനൽ തന്നെ വിശേഷിപ്പിക്കാമെന്നതിൽ കേവലം 3 പന്ത് ശേഷിക്കെയാണ് കൊൽക്കത്ത വിജയവഴിയിലെത്തിയിരിക്കുന്നത്. കൊൽക്കത്ത തുഫൈൽ, പഞ്ചാബ് ആദ്യമായിട്ടാണ് IPL ഫൈനൽ കളിക്കുന്നത്. പഞ്ചാബിന്റെ പ്രകടനം എത്തരത്തിലുള്ളതായിരുന്നു? ആരൊക്കെയാണ് പഞ്ചാബിന് വേണ്ടി 199 റൺസ് എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്? നവീൻ സൂചിപ്പിച്ചതുപോലെ ഈ IPL മികച്ച ഒരു പെർഫോമൻസ് ആണ് പഞ്ചാബ് കിങ്സിലും പഞ്ചാബ് കാഴ്ചവെച്ചത്. 14 മത്സരങ്ങളിൽ 11 മികച്ച മാർജിനിൽ തന്നെയാണ് പഞ്ചാബ് വിജയിച്ചത്. നമ്മൾ ആദ്യം വിചാരിച്ചു പഞ്ചാബ് ഒരുപക്ഷെ ആദ്യമായി IPL വിജയിക്കുമോ എന്ന് തന്നെ ഒരുപക്ഷെ വിചാരിച്ചു. പഞ്ചാബിന് വേണ്ടി വൃദ്ധിമാൻ സാഹ 115 റൺസ് എടുത്ത വൃദ്ധിമാൻ സാഹ ഈ IPL മൂന്നാമത്തെ സെഞ്ചുറിയാണ് കാഴ്ചവെച്ചത്. 10 ഫോറും 8 സിക്സും ഉൾപ്പെടെ 115 റൺസ് എടുത്ത വൃദ്ധിമാൻ സാഹ അക്ഷരാർത്ഥത്തിൽ തന്നെ കൊൽക്കത്ത ബൗളർമാരെ അടിച്ചു തകർക്കുകയായിരുന്നു. ഒപ്പം തന്നെ മാനൻ വഹ്റ 67 റൺസ് എടുത്ത മാനൻ വഹ്റയും വൃദ്ധിമാൻ സാഹക്ക് മികച്ച പിന്തുണ നൽകി. 20 ഓവറിൽ 199 റൺസാണ് പഞ്ചാബ് കാഴ്ചവെച്ചത്. വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ ഒരു മത്സരമായിരുന്നു. മനീഷ് പാണ്ഡെയുടെയും യൂസുഫ് പത്താൻ്റെയും മികച്ച ബാറ്റിംഗ് തന്നെയായിരുന്നു കൊൽക്കത്തയ്ക്ക് രണ്ടാമതെയും IPL മുത്തമിടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മൈതാനത്തെങ്ങും കൊൽക്കത്ത ആരാധകരുടെ ആർപ്പുവിളിയും ആഹ്ലാദങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നവീൻ, IPL 7ാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. 2ാം തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL കപ്പിൽ മുത്തമിടുന്നത്. ആവേശകരമായ ഫൈനലിൽ പഞ്ചാബ് കിങ്സ് 11നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തോൽപ്പിച്ചത്. ഷാർജയിലെ ജനവാസ മേഖലകളും വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ച് സൈക്കിൾ മോഷണം പതിവാകുന്നു. നിരവധി സൈക്കിളുകളാണ് ദിനംപ്രതി മോഷണം പോകുന്നത്. പൂട്ടുകൾ തകർത്താണ് മോഷണം. ജോലിസ്ഥലങ്ങളിലേക്ക് പോകാനായി സാധാരണക്കാർ ഉപയോഗിക്കുന്ന സൈക്കിളുകളാണ് മോഷ്ടിക്കുന്നത്. മോഷണം പതിവായതോടെ ആശങ്കയിലായിരിക്കുകയാണ് സാധാരണക്കാർ. ഗോർഫക്കാനിലെ വാഹനങ്ങൾ നന്നാക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം ദിർഹം വിലമതിക്കുന്ന യന്ത്രസാമഗ്രികളും മറ്റ് മോഷ്ടിച്ച 24-കാരനായ സ്വദേശി പൗരനെ പോലീസ് പിടികൂടി. മോഷണമുദ്രകൾ ഇയാളുടെ പക്കൽ നിന്ന് അധികൃതർ പിടിച്ചെടുത്തു. ഗോർഫക്കാൻ ഭാഗത്ത് ഇത്തരത്തിലുള്ള കവർച്ചകൾ നിരന്തരമായി നടക്കുന്നതായി പോലീസിന് പരാതികൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. 30 ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനാകുന്ന ദുബൈയിൽ ഗതാഗത സുരക്ഷത്തിന്റെ ഭാഗമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഹൈവേയിൽ ആദ്യ ട്രക്ക് പാർക്കിംഗ് സംവിധാനം തുറന്നു. എമിറേറ്റ്സ് റോഡിൽ ഷാർജ ദിശയിലാണ് ആദ്യ ട്രക്ക് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയത്. അലൈൻ എക്സിറ്റിന് 5 കിലോമീറ്റർ മുൻപാണിത്. അടുത്ത 2 വർഷത്തിനകം എമിറേറ്റ്സ് റോഡ്, ഷെയ്ഖ് സായിദ് റോഡ് എന്നിവിടങ്ങളിൽ 24 പാർക്കിംഗ് സംവിധാനങ്ങൾ കൂടി ഒരുക്കും. റിയാദിലെ ഷിഫ മലയാളി സമാജം 5ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ലിക്കോൺ മാനേജിംഗ് ഡയറക്ടർ നാസർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ ഷിഹാബ് കൊട്ടുകാടിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് സമാജത്തിലെ ഒരു അംഗത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധാരണാപത്രം ചടങ്ങിൽ കൈമാറി. ഗാനോത്സവവും ക്രിക്കറ്റ് ടൂർണമെന്റും വാർഷികത്തോടനുബന്ധിച്ച് നടത്തി. അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ആർ രാജശേഖരൻ, അഷ്റഫ് അടക്കേവിള, ബാലചന്ദ്രൻ നായർ, ബഷീർ പാങ്ങോട്, ഒബൈദ് എടവണ്ണ എന്നിവർ സംസാരിച്ചു. റമദാനോടനുബന്ധിച്ച് പാരഗൺ ഗ്രൂപ്പ് ദമാമിലെ പ്രവാസി കുടുംബിനികൾക്കായി പാചക മത്സരം സംഘടിപ്പിക്കുന്നു. ജൂൺ 15-ന് പാരഗൺ ഓഡിറ്റോറിയത്തിലാണ് മത്സരം. വീടുകളിൽ തയ്യാറാക്കുന്ന 3 വിഭവങ്ങൾ അന്നേ ദിവസം വിധി നിർണയത്തിനായി സമർപ്പിക്കണമെന്ന് ഗ്രൂപ്പ് MD ബഷീർ മുസ്ലിയാരകം അറിയിച്ചു. വിജയികളാവുന്നവരുടെ വിഭവങ്ങൾ റമദാനിൽ ഹോട്ടലിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ദോഹയിൽ സംഘടിപ്പിച്ച ഖത്തറിലെ നാടക പ്രവർത്തകരുടെ ഒത്തുചേരൽ ശ്രദ്ധേയമായി. ജനകീയ നാടകവേദിയുടെ സംഘാടകനും നടനും സംവിധായകനുമായ വാസൻ പുത്തൂർ മുഖ്യാതിഥിയായിരുന്നു. മലയാള നാടകവേദികൾ പുതിയ രംഗ പരീക്ഷണങ്ങൾ തുടരുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. FCCയുടെ ഉപഹാരം ഡയറക്ടർ ഫബീബ് റഹ്മാൻ കിഴിശ്ശേരി വാസൻ പുത്തൂരിന് നൽകി. യൂത്ത് ഇന്ത്യ ദമാമിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ദമാം മേഖല ചാമ്പ്യന്മാരായി.
ടൊയോറ്റ മേഖലയെ ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ദമാം ടീം വിജയികളായത്. സൗദിയിലെ കിഴക്കൻ മേഖലയിലെ 4 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. മികച്ച കളിക്കാരനായി ടൊയോറ്റ ടീമിലെ അർഷദ് തെരഞ്ഞെടുക്കപ്പെട്ടു. തനിമ സാംസ്കാരിക വേദി സോണൽ സെക്രട്ടറി അസ്കർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഇന്ത്യ കേന്ദ്ര പ്രസിഡന്റ് അമീർ വി ചുനൂർ, ഡോക്ടർ സഗീർ, അൻവർ ഷാഫി എന്നിവർ സമ്മാനങ്ങൾ വിതരണം